നമുക്കൊന്നിന് 15,000. അതിന് കാര്യം പറഞ്ഞേ. പിന്നെ എൻ്റെ 15,000 എനിക്ക് വേണ്ടേ? എൻ്റെ 15,000 എൻ്റെ 15,000 എന്നൊക്കെ അല്ലേ? ചന്ദ്രേട്ടാ ഇവൻ്റെ പൈസ ഞാൻ തരില്ല. എൻ്റെ പൈസ പറ്റില്ല എഴുതിക്കോട്ടാ. അല്ല ചന്ദ്രേട്ടൻ എൻ്റെ കൂടി എഴുതിക്കോളിട്ടോ. മര്യാദയ്ക്ക് പൈസ കൊടുത്തോട്ടോ. ചതിയം പിന്നെയും ചോദിച്ചു. നമുക്ക് എന്തിനാ 15,000? ഒരു ബിസിനസ് തുടങ്ങാനാ. എന്ത് ബിസിനസ്? 15,000 റുപ്യക്കോ? ബാക്കി ഉണ്ടാക്കണം. ബിസിനസ് എന്താ? സംഭവം കുറച്ച് പുതുമയുള്ള അത്യാവശ്യം ലാഭമുണ്ട്. ചായക്കട. അത് കൊള്ളാം. എന്നാൽ ഞാനും പാർട്ട്ണറാവാം. ഷെയർ ഇട്ടോ. നമുക്ക് ഞാൻ ഒരു 15,000 തരാല്ലേ? ആ 15,000 ഞാൻ തരും. പിന്നെ എൻ്റെ 15,000 അത് ഇടുക. 15,000 15,000 30,000 ആയി. നമുക്ക് ചെറുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വിടാം. അയ്യടാ ഇതിൻ്റെ 15,000 ഇങ്ങോട്ട് തന്നാൽ മതി. ബിസിനസ്സൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളാം. എന്താ മോനെ ഒരു ബിസിനസ് പ്ലാനൊക്കെ? എടാ ജീവിതത്തിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണേണ്ട സമയമായി. ഇപ്പം നമ്മളെ കാര്യം എടുത്ത് നോക്കി. വിനായക് UK പോയി, സുഹൈൽ ദുബായിൽ, അഭിനവ് പട്ടായിൽ മസാജിന് പറഞ്ഞ് പോയതാ. അവിടെ മസാജ പണിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ വിഷ്ണു അവൻ കോയമ്പത്തൂരിന് എപ്പോഴേലൊക്കെ വന്നാൽ മതി. നമ്മൾ രണ്ടാളും തന്നെ ഉള്ളു ഇങ്ങനെ തേരാപ്പാര നടക്കണേ. അത് ശരിയാ. എന്ത് ശരിയാ? നമുക്ക് ഈ നാട് മുഴുവൻ കടം വാങ്ങിയിട്ട് മുങ്ങി നടക്കണ പണിയെങ്കിലും ഉണ്ട്. എനിക്ക് അതുമില്ല. ഞാനില്ലടാ എൻ്റെ കൂടെ. എടാ പറയണ പോലെയല്ല. നമ്മുടെ ഈ പ്രാരാബ്ദമൊക്കെ തീർന്ന് ഒന്ന് കരക്കടിയുമ്പോഴേക്കിനും പ്രേമം കൂട്ടുകാരൊക്കെ പല വഴിക്ക് പോകും. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാ നിന്റെ കൂടെ ഞാൻ ഉണ്ടോ കുട്ടാ? എൻ്റെ 15,000 തന്നിട്ട് ഇതിൻ്റെ ഇപ്പം നിൽക്കേ മുങ്ങേ ഓടേ എന്താ വെച്ചതാണ്. ഇന്നൊരു ദിവസം എനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. എന്താ ഒരു 10,000-ൻ്റെ ആളാ വരുന്നത്. ഇത് നമ്മളെ ചേട്ടനല്ലേ, ഇയാളൊന്ന് കടം വാങ്ങിയോ? 15,000 തന്നിട്ട് മതി 10,000. ഇവൻ്റെ പണം ഞാൻ ബിസിനസ് തുടങ്ങാറിന് കൂടുന്ന ഓട്ടം കണ്ടില്ലേ? കൊതിയാവുക.